പല പല കർബ് ജ്യൂസ് ഉണ്ടു. പെരി കർബ് ജ്യൂസ് 20 ഉറുപ്പിക ഗ്ലാസ് നിറച്ചുള്ള കർബ് ജ്യൂസ് ഉണ്ടു. അമേരിക്കൻ്റെ നല്ല കർബ് മധുരമുള്ള കർബ് ജ്യൂസും ബറി ബറി. Next. What's going on here? Next. Sorry, yo. May God not allow them make them kill me. വഖഫ് ബോർഡിന്റെ രേഖ അതായത് കുറിച്ച് ചോദിച്ചാലും വഖഫ് ബോർഡിനെ കുറിച്ചാണ് ക്രിസ്ത്യൻ കൗൺസിലിന് സംസാരിക്കാനുള്ളത്. ഇവിടൊക്കെ തന്നെയാണ് ഈ താങ്കള് മോഹൻലാലിന്റെ അക്കരെ 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 സിനിമ കണ്ടിട്ടുണ്ടോ? അതിൽ ശ്രീനിവാസൻ മോഹൻലാലിനോട് പറയുന്നുണ്ട്, തല്ലിക്കോ, എത്ര വേണമെങ്കിലും തല്ലിക്കോ എന്ന് പറഞ്ഞതുപോലെ ശ്രീ കെന്നഡി കരിമ്പുംകാലായിൽ VSPയോട് പൊളിച്ചോ, എത്ര വേണമെങ്കിലും പൊളിച്ചോ. ഇങ്ങനെയൊക്കെ വിധേയത്വം കാണിക്കേണ്ട കാര്യമുണ്ടോ? ഇന്ത്യൻ പൗരന്മാർക്ക് എല്ലാവർക്കും സ്വന്തം കാലിൽ നിവർന്നു നിന്ന് അന്തസ്സോടെ നിൽക്കാനുള്ള ഭരണഘടന ഇവിടെ ഉണ്ട് സാർ. ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞല്ലോ, ഒരു VSP അങ്ങനെയെങ്കിലും പറഞ്ഞു തന്നെ എനിക്ക് സംശയമാണ്. ഞാൻ ഈ മനസ്സിലായി, പൊളിക്കുമ്പോ ഇങ്ങനെയൊന്നും പൊളിക്കല്ലേ എന്നാണോ? നല്ല മറുപടി തന്നു കഴിഞ്ഞു. കുറച്ചുകൂടി വൃത്തിയായിട്ട് വേണമെങ്കിൽ പൊളിക്കാന്നായിരിക്കും. RSS എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടനയ്ക്ക് രൂപം കൊടുത്ത ആളുടെ പേര് നൈപുണ്യ വികസന കേന്ദ്രത്തിന് കൊടുക്കുന്നത് വഴി എന്ത് സന്ദേശമാണ് നൽകുന്നത്? തിരുവനന്തപുരത്തെ ഒരു പ്രധാനപ്പെട്ട റോഡിനെ 3 പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഹെഡ്ഗേവാറിന്റെ പേരിട്ടത് കോൺഗ്രസ് കൌൺസിലർമാരുടെ പിന്തുണയോടെ എന്നുള്ള ഒരു റിപ്പോർട്ടിലേക്കാണ്. 1992-93 കാലത്ത് കോർപ്പറേഷൻ കൌൺസിലാണ് ഈ റോഡിന് ഹെഡ്ഗേവാറിന്റെ പേര് നൽകിക്കൊണ്ടുള്ള പ്രമേയം പാസാക്കിയത്. കോൺഗ്രസ് മുസ്ലിം ലീഗ് കൌൺസിലർമാരും പ്രമേയത്തെ അന്ന് പിന്തുണച്ചിരുന്നു. അന്ന് പ്രമേയം അവതരിപ്പിച്ച കൌൺസിലർ MS കുമാർ അക്കാര്യം മനോരമ ന്യൂസിനോട് പറയുകയാണ്. ഡോക്ടർ ഹെഡ്ഗേവാർ റോഡെന്ന് നാമകരണം ചെയ്ത് ബോർഡ് സ്ഥാപിക്കണം എന്ന എന്റെ പ്രമേയം കൌൺസിൽ അംഗീകരിച്ചു. ആ പ്രമേയത്തിന് അന്ന് കോൺഗ്രസുകാരും മുസ്ലിം ലീഗ് അടക്കമുള്ള UDF എല്ലാം പിന്തുണച്ചതാണ്. എന്തായാലും ഇവർ നമുക്ക് അനുകൂലമായി വോട്ട് ചെയ്യുകയും ആ പ്രമേയം അംഗീകരിക്കുകയും ചെയ്തു. നഗരസഭ ഈ റോഡിനിട്ടിരിക്കുന്ന പേര് ഡോക്ടർ ഹെഡ്ഗേവാർ റോഡെന്നാണ്. BJPയുമായിട്ട് അടച്ചിട്ട മുറിയിൽ ചായയും ബിസ്ക്കറ്റും കഴിക്കാൻ തൽക്കാലം കോൺഗ്രസിനെ കിട്ടാനില്ല. കോൺഗ്രസ് അതിന് സൗകര്യമില്ല. കൊന്നില്ലേ? ഗ്രഹാം സ്റ്റേറ്റ്സിനെ മറക്കാൻ പറ്റുമോ? ചുട്ടുകൊന്നില്ലേ? മക്കളോടൊപ്പം ചുട്ടുകൊന്നില്ലേ? ഇപ്പോഴും ആക്രമണം നടക്കുകയല്ലേ ചെയ്യുന്നത് സർ? ബൈബിളിൽ ഒരു കഥാപാത്രമുണ്ട് സർ, 30 വെള്ളിക്കാശിന് യേശുക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്തത്. അങ്ങനെയുള്ള കഥാപാത്രങ്ങളാണ് ചിലരിവിടെ ഇരിക്കുന്ന ആൾക്കാർ. കഴിഞ്ഞ ദിവസം പുരുഷന്റെ പേരിലും ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അവർ യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിനെ ഒറ്റുകൊടുത്ത യൂദാസിന്റെ പതിവിലകരിക്കുന്നതാണ് സർ. ആ മുന്നിയെ ഇവിടെ കാണാം. ഈ BJP ബെഞ്ചുകളിൽ ഒരു മുന്നിയെ കാണാം. ഈ മുന്നിയെ തിരിച്ചറിയും മലയാളി, തിരിച്ചറിയും കേരളം, തിരിച്ചറിയും സർ. അതാണ് കേരളത്തിന്റെ ചരിത്രം. നിങ്ങളുടെ വിഷത്തെ ഞങ്ങൾ അവിടെ നിന്ന് മാറ്റി നിർത്തി. ഒരാളെ ജയിച്ചിട്ടുണ്ട്. ഞങ്ങൾ നിയമത്തെ അക്കൗണ്ട് പൂട്ടിച്ച പോലെ വൈകാതെ തന്നെ ആ അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിക്കും. ഒരു തെറ്റ് പറ്റി മലയാളിക്ക്, ആ തെറ്റ് ഞങ്ങൾ തിരുത്തും വൈകാതെ. ക്രിസ്ത്യാനികളുടെ പേരിൽ മുതലക്കണ്ണീർ ഒഴുക്കുന്നവരുണ്ട് ഇവിടെ. ക്രിസ്ത്യാനികളുടെ പേരിൽ മുതലക്കണ്ണീർ. ഓരോ ദിവസവും ക്രിസ്ത്യാനികൾക്കെതിരെ ഉത്തരേന്ത്യയിൽ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നും ജബൽപൂരിൽ ക്രിസ്ത്യാനികൾക്കെതിരെ ആക്രമണം നടക്കുന്നു. കഴിഞ്ഞ വർഷം മാത്രം 700 ആക്രമണങ്ങളാണ് ക്രിസ്ത്യാനികൾക്കെതിരെ നടന്നത്. മണിപ്പൂരിൽ 200-ലേറെ പള്ളികളെ കത്തിച്ചു. മുനമ്പം വിഷയം ഒരു ക്രിസ്ത്യൻ മുസ്ലിം പ്രശ്നമായിട്ട് ഇവിടെ അവതരിപ്പിച്ചു. ഈ അവതരിപ്പിച്ചത് ആരാണ്? ചില സംഘപരിവാർ ശക്തികളാണ്. അവർക്ക് കൃത്യമായ അജണ്ടയുണ്ട്. അവരുടെ ചൂണ്ടയിൽ ഈ സഭാ നേതൃത്വം വീണുപോയി. KCBC അതിൽ വീണുപോയി. ഈ സംഘപരിവാറിന്റെ അടിസ്ഥാന കാര്യങ്ങളിൽ ഒരു വിദ്വേഷ ചിന്തയുണ്ട്. അതിൻ്റെ അകത്ത് ഈ ആഭ്യന്തര ശത്രുക്കളുടെ ഗണത്തിലാണ് ക്രിസ്ത്യൻസിനെയും മുസ്ലിംസിനെയും പെടുത്തിയിരിക്കുന്നത്. അതാണ് വിചാരധാര.
മുസ്ലിം വിദ്വേഷം അജണ്ടയാക്കിയിട്ടുള്ള ഒരു പ്രസ്ഥാനം, കാസ പോലെയുള്ള പ്രസ്ഥാനം ഇവിടെ കേരളത്തിൽ പ്രവർത്തിക്കുന്നു. മലബാർ സഭയുടെ വക്താവ് പറഞ്ഞു, ഞങ്ങൾക്ക് അബദ്ധം പറ്റിയതാണ്, ഞങ്ങൾ ഇത്രയും കരുതിയിരുന്നില്ല. പക്ഷേ അതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത്രയും ബുദ്ധിയില്ലാത്തവരൊന്നും അല്ല നമ്മൾ ആരും. ചർച്ച് ബോർഡ് ബില്ല് വന്നാൽ, ഇതേ നിയമങ്ങൾ, ഇതേ ക്ലോസുകൾ വെച്ച് ഒരു ബില്ല് വന്നാൽ പിതാക്കന്മാർക്ക് പിന്നെ നോ പറയാൻ പറ്റുമോ? ഇപ്പൊ സഭയ്ക്ക് ചരിത്രത്തിൽ ധാരാളം പിഴവുകൾ പറ്റിയിട്ടുണ്ട്, എല്ലാ കാലഘട്ടത്തിലും പറ്റിയിട്ടുണ്ട്. പക്ഷെ ഈ കാലഘട്ടത്തിൽ നമുക്ക് തുറന്ന് സമ്മതിക്കേണ്ടിയിരിക്കുന്നു, നമ്മുടെ ഇവിടെ ഇപ്പോൾ ഒരു ക്രിസ്ത്യൻ മുസ്ലിം മത ധ്രുവീകരണം ഇവിടെ നടന്നു കഴിഞ്ഞു.